സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപകിട്ട 2024 തൃശൂരിൽ തുടക്കമായി. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കലോത്സവം ഉദ്ഘാടനം ചെയ്തു. പാർശ്വവൽക്കരിക്കപ്പെട്ടുനിന്നവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സ്നേഹം, സാഹോദര്യം, സഹവർത്തിത്വം എന്നിവയുടെ കലോത്സവമാണ് വർണ്ണപ്പകിട്ടെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഏവരെയും ഉൾക്കൊള്ളുന്ന സമൂഹമായി കേരളം വളർന്നു കഴിഞ്ഞു. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരുടെ സമ്പൂർണ്ണ ശാക്തീകരണവും സാമൂഹിക പുനരധിവാസവുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നും മന്ത്രി വ്യക്തമാക്കി. സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും രാജവീഥികളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട് തിരസ്കാരത്തിന്റെ വെളിമ്പറമ്പുകളിൽ ജീവിക്കേണ്ടവരല്ല ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് വളരെ ആധികാരികമായ നിലയിൽ തന്നെ അനുദിനം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ട്രാൻസ്ജെൻഡർ സഹോദരങ്ങൾ. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ കർമ്മ മേഖലകളിലും അവർ തങ്ങളുടെ തിളക്കമാർന്ന വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ് എന്നുള്ളത് ഏറെ അഭിമാനകരമായ കാര്യമാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കായി പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും കൂട്ടായ പ്രവർത്തനത്തിലൂടെ സർക്കാർ യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി വിദ്യാർത്ഥി കോർണറിൽ നിന്നും ടൗൺ ഹാൾ വരെ വർണ്ണശബളമായ ഘോഷയാത്രയും സംഘടിപ്പിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പി ബാലചന്ദ്രൻ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. കെ രാമചന്ദ്രൻ എം.എൽ.എ., ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. പ്രിൻസ്, വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. ഷാജൻ, സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ എച്ച്. ദിനേശൻ, ജില്ലാ ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗം വിജയരാജ മല്ലിക തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തൃശൂർ.